ഇപ്പോൾ നേമത്തെ UDF സ്ഥാനാർത്ഥി കെ ശബരിനാഥൻ നമുക്കൊപ്പം തത്സമയം അതിഥിയായി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കെ ശബരിനാഥൻ. സന്തോഷം, താങ്കളെ നമ്മൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. താങ്കൾ നല്ല തിരക്കിലാണെന്നറിയാം. എന്നാലും ഞാൻ ചോദിക്കുന്നു, അവിടെയുള്ള വിജയ സാധ്യത എങ്ങനെയാണ്? നല്ല പോരാട്ടമാണല്ലോ നേമത്ത്. നമ്മൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് SKN സംസാരിക്കാൻ നോക്കുകയാണ്, കഴിയുന്നില്ല. എന്തായാലും ഇന്നിപ്പം അവസാനം നമ്മൾ ഈ ഓട്ടപ്പാച്ചലിൽ വന്ന് എത്തി. നല്ല വിജയസാധ്യതയുണ്ട്, നല്ല വൈബാണ്. എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിക്കാരും നാട്ടുകാരുടെയൊക്കെ റെസ്പോൺസ് ഉണ്ട്. മാക്സിമം ഭവന സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനിവിടെ ഈ പൂഴിക്കുന്ന് ഭാഗത്തൊരു വീടിൻ്റെ നടയിലിരിക്കുകയാണ്. അപ്പോൾ അവർ ചായയും വെള്ളവും ഒക്കെ തന്ന് നല്ലൊരു ബന്ധമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തവണ UDF നല്ലൊരു വിജയം നേമത്ത് ഉണ്ടാകും, ഒരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നേമത്ത് UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നുവെങ്കിൽ അത് താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന ഏത് കാരണത്താലാകും എന്നാണ് താങ്കൾ ഇപ്പോൾ കരുതുന്നത്? അല്ല, പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇടതുപക്ഷ സർക്കാരിനോട് വലിയൊരു നിസ്സംഗതയുണ്ട്. നേമത്തെ ജനങ്ങൾക്കൊരു മാറ്റം വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ മാറ്റം BJPയോട് വലിയ നിസ്സംഗതയുണ്ട്. കാരണം കോർപ്പറേഷനിൽ ഇത്രയും സീറ്റ് കൊടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു വലിയ ചർച്ച ഉണ്ട്. ഇവിടെ പ്രധാനമന്ത്രി വന്ന് 45 ദിവസത്തിനകത്ത് പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടും ഒന്നും നടന്നിട്ടില്ല. പിന്നെ നേമത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. ആ വോട്ടിംഗ് പാറ്റേൺ കണക്കുകൾ നോക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെ സമൃദ്ധിയോടെ ഭയപ്പാടില്ലാതെ ജീവിക്കുവാൻ ഒരു പുതിയ നിയമത്തെ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ക്യാമ്പയിൻ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ജാതിമത ഭേദമന്യേ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് തന്നെ വിജയത്തിലേക്ക് എത്തും. നല്ലൊരു വർക്കിംഗ് ഫോഴ്സ് നമുക്കിവിടെയുണ്ട്. ഞാൻ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ സഞ്ജു സാംസനെ പോലത്തെയാണ് നേമത്തെ UDF, അല്ലെങ്കിൽ ടീം ഇന്ത്യ പോലെയാണ് നേമത്തെ UDF. 1-2 പരാജയങ്ങൾ കാരണം നമ്മൾ എഴുതി തള്ളിയിരുന്നു. പക്ഷെ എങ്ങനെയാണോ സഞ്ജു ഇപ്പോൾ കളിക്കുന്നത്, തിരുവനന്തപുരത്തുകാരനായ സഞ്ജു ഇപ്പോൾ എങ്ങനെയാണോ കളിക്കുന്നത്, അതേപോലെ തന്നെ നമ്മളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്ത്, ഒരു സംശയം വേണ്ട, ടീം ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ച പോലെ ടീം UDF നിയമം അടിക്കും. സഞ്ജു സാംസനെ പോലെ UDF സ്ഥാനാർത്ഥി മാൻ ഓഫ് ദ മാച്ച് ആവുകയും ചെയ്യും. ഓക്കെ, യഥാർത്ഥത്തിൽ ശിവൻകുട്ടി അവകാശപ്പെടുന്നു അദ്ദേഹം നല്ല ജനകീയനാണ് എന്ന് പറയുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു അദ്ദേഹം ഒരു വികസന രേഖ നിയമത്തിനായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് താങ്കൾ? അല്ല, നമ്മൾ 3 പേരും ഒരേ സ്പോട്ടിൽ വന്ന് നിൽക്കുകയാണ്. ശിവൻകുട്ടി മിനിസ്റ്റർ പഴയ മന്ത്രിയാണ്, പഴയ MLA ആണ്. ശ്രീ ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഈ പറയുന്ന വികസന രേഖയടക്കം, വികസന നയമടക്കം, പൊളിറ്റിക്സ് അടക്കം നമ്മൾ പറയുകയാണ്. പിന്നെ നിലപാടെന്നുള്ള സാധനം ഉണ്ടല്ലോ. ഇവിടെ PM ശ്രീ പദ്ധതി ഒരുമിച്ച് ഒപ്പിട്ട BJPയുടെ പ്രസിഡന്റും CPMന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഒരുമിച്ച് മത്സരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പൊളിറ്റിക്സ് മനസ്സിലാക്കിയാണ് ഈ മത്സരം നടക്കുന്നത്. ഒരു കണക്ക് കൂട്ടലാണ്. ആ കണക്ക് കൂട്ടലുകൾ കൃത്യമായിട്ടുള്ള ചേരുവകൾ UDF അറിയാം. എല്ലാ ഭാഗത്തു നിന്നും വോട്ട് വന്നുകൊണ്ട് UDF ജയിക്കും, ഒരു സംശയം വേണം. തിരക്കിനിടയിൽ ഞാൻ ഇവിടെ ശല്യപ്പെടുന്നില്ല. താങ്ക് യു. താങ്കൾക്ക് എല്ലാവിധമായ ആശംസകളും കെ ശബരിനാഥൻ. താങ്ക് യു SKN. കാണാം. താങ്ക് യു. ശരി. എന്തായാലും വളരെ സന്തോഷം. നേമത്തെ UDF സ്ഥാനാർത്ഥി കെ ശബരിനാഥൻ നമ്മളുമായി സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.